വർഷം തോറും നിരന്തരം മഴ പെയ്യുന്ന നമ്മുടെ നാട്ടില് നമ്മുടെ വീടിന്റെ പുറം ഭാഗങ്ങളിൽ മഴ കൊള്ളുന്ന സ്ഥലത്തുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പിന്നെ മഴ നിരന്തരം പെയ്യുമ്പോൾ അതിമേ ധാരാളമായി ഇച്ചിയും പായലും വന്ന് അടിഞ്ഞുകൂടി പറ്റിപ്പിടിക്കും. അപ്പോൾ അത് സിമന്റ് തേച്ച് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥലം ആയാലും അതുപോലെ അതിന്മേൽ വൈറ്റ് വാഷോ അതല്ലെങ്കിൽ വൈറ്റ് സിമെന്റോ അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് മഴ പെയ്യുമ്പോൾ അത് അട്ടിയായിട്ട് പറ്റിപ്പിടിക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് ആവർത്തിക്കുമ്പോൾ ആ സിമന്റ് മുഴുവനും ഈ പായൽ തിന്നിട്ട് ഈ പിന്നെ സിമന്റ് ഇട്ട സ്ഥലങ്ങളൊക്കെ പിന്നീട് പൊടിഞ്ഞ് കേടായി പോകും. അപ്പോൾ അത് പിന്നെ ഈ നിരന്തരം മഴ കൊള്ളുന്നത് കൊണ്ടും അതിന്മേൽ പറ്റിപ്പിടിച്ച ഈ പായൽ അതിന്മേൽ ഉള്ളത് കൊണ്ടും മാത്രമാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പായൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വളരെ ഹാർഡായിട്ടുള്ള ഒരു പെയിന്റ് നമുക്ക് ഇതിന്മേൽ അടിച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ പിന്നെ അത് ഒരിക്കലും പിന്നീട് പൊട്ടിപ്പൊളിഞ്ഞു പോകില്ല. വളരെ കാലത്തേക്ക് ഒരു 10 വർഷത്തേക്കൊക്കെ അതേപോലെ ആ പെയിന്റ് അതിന്മേൽ നന്നായിട്ട് പിടിച്ചു കിടക്കും. പിന്നെ നമുക്ക് മഴ പിന്നെ പെയ്ത് മാറുന്നതോടുകൂടി ഓരോ വർഷവും മഴ പെയ്ത് മാറുന്നതോട് കൂടിയിട്ട് അതൊന്ന് പിന്നെ കഴുകി ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ കേടുകൂടാതെ നമുക്ക് നമ്മുടെ പുറം മതിലുകളെ സംരക്ഷിക്കാനും കഴിയും. അപ്പോൾ അതൊരു കോട്ടിംഗ് ആയിട്ട് നല്ലൊരു ഹാർഡ് കോട്ടിംഗ് ആയിട്ട് പിന്നെ ഇതിൻ്റെ മേലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇന്ന് അതേക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ അറിവിലേക്ക് കൂടി ഞാൻ ആ കാര്യം പറയുകയാണ്. എല്ലാവർക്കും ഈ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വന്തം വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഓരോ വർഷവും ഇതുപോലെ ചുരണ്ടി കളഞ്ഞ് വൃത്തിയാക്കി വെക്കും. അടുത്ത സീസൺ മഴക്കാലം തീരുന്നതോട് കൂടിയിട്ട് വീണ്ടും അതിൻ്റെ ഇരട്ടിയായിട്ട് ഇതിൽ പായൽ വന്ന് കയറുകയും ചെയ്യും. ഇത് മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ചുരണ്ടി കളഞ്ഞ് വൃത്തിയാക്കണം. ഇപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ അങ്ങനെ ചുരണ്ടി വൃത്തിയാക്കിയതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പി ബ്രഷ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഹാർഡ്വെയർ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു തരം കമ്പി ബ്രഷ് ഉണ്ട്. അത് ഉപയോഗിച്ച് ഉരസിയാൽ നന്നായിട്ട് അത് പോയി കിട്ടും. പിന്നെ അതുപോലെ പുട്ടി ബ്ലേഡ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബ്രഷ് ഇല്ലേ, അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷ്, ഇതൊക്കെ ഉപയോഗിച്ച് ചുരണ്ടിയാൽ നന്നായിട്ട് പോയി കിട്ടും. അങ്ങനെ വെള്ളം അടിക്കണം, വെള്ളം അടിച്ചിട്ടായിരിക്കണം നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കണം, ബക്കറ്റിൽ വെള്ളം എടുത്ത് ഒഴിച്ച് അതോടൊപ്പം ഇങ്ങനെ പിന്നെ അതിങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് പിന്നെ പൊതിർത്തി എടുത്തിട്ട് വേണം നമ്മൾ അവിടെയൊക്കെ നന്നായിട്ട് പിന്നെ ഒന്ന് ചുരണ്ടി കളയാൻ. അപ്പോൾ അതോടൊപ്പം അത് വാഷ് ചെയ്യുക കൂടി ചെയ്യും, നന്നായിട്ട് വാഷ് ചെയ്യും കൂടി ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രതലം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. നല്ലോണം വരണ്ടുണങ്ങിയ ഒരു വേനൽക്കാലത്താണെങ്കിൽ ഇതിന് കുറേ സമയം വെള്ളം അടിച്ച് പൊതിർത്തി ഇടേണ്ടതായിട്ട് വരും. എന്നിട്ട് കുറേശ്ശെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബ്രഷുകൾ മതി. ഇപ്പോൾ കുറേശ്ശെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതുപോലെ വയർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉരസി കളഞ്ഞ് വെള്ളം തൂത്ത് കഴുകി വൃത്തിയാക്കിയാൽ മതി. അതല്ലെങ്കിൽ ഇതുപോലുള്ള സ്ക്രാപ്പറുകൾ കിട്ടുമല്ലോ, അപ്പോൾ ഈ സ്ക്രാപ്പറുകൾ, പുട്ടി ബ്ലേഡൊക്കെ അതുകൊണ്ടും ഇതുപോലെ ഇങ്ങനെ ചെത്തി കളഞ്ഞ് വൃത്തിയാക്കാം. പലതരത്തിലുള്ള സ്ക്രാപ്പറുകൾ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പരന്നിട്ടുള്ള ബലമുള്ള. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ പിന്നെ ചെത്തി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം കമ്പി ബ്രഷോ വയർ ബ്രഷോ ഒക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ കഴുകിയാലും മതി. അങ്ങനെ ഒക്കെ കഴുകി നന്നാക്കി വൃത്തിയാക്കിയിടണം. മഴക്കാലമൊക്കെ മാറിയ ഒരു സമയത്താണ് ഇത് ചെയ്യുന്നെങ്കിൽ, ഇപ്പോൾ ഒരു ഡിസംബർ ജനുവരി സമയത്താണെങ്കിൽ വേഗത്തിൽ ഇളകിപ്പോയി കിട്ടും. കാരണം അതിലുമേ കുറേശ്ശെ ഈർപ്പുണ്ടായിരിക്കുമല്ലോ. ടെറസിന്റെ മുകളിലുള്ള ഇതുപോലുള്ള സൺഷെയ്ഡുകൾ ഉണ്ടാവുമല്ലോ സൈഡിലുള്ള, അപ്പോൾ അതും അതിന്റെ ഉൾഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയും. മുമ്പ് പെയിന്റ് അടിച്ചിട്ടില്ലാത്ത സ്ഥലം, വൈറ്റ് വാഷോ വൈറ്റ് സിമെന്റോ മാത്രം അടിച്ചു വെച്ചിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ പ്ലാസ്റ്റർ സിമെന്റ് ചെയ്ത സ്ഥലം, ആദ്യം ഈ മതിലിന് മീതെ 1 or 2 കോട്ട് വൈറ്റ് സിമെന്റ് അടിക്കേണ്ടതുണ്ട്. ഇത് ചെയ്യുന്നത് മഴക്കാലത്താകരുത്, മഴയില്ലാത്ത കാലത്തായിരിക്കണം. വൈറ്റ് സിമെന്റ് വാങ്ങുമ്പോൾ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടില്ലാത്ത, ഡേറ്റ് തീർന്നിട്ടില്ലാത്തതും അതുപോലെ പിന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പുതിയ പാക്കറ്റ് തന്നെ വാങ്ങണം. അപ്പോൾ പിന്നെ അതിലേക്ക് എയർ കടക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ നേരിയ കട്ടയും തരിയും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേറ്റ് തീരാത്തതും അതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള പിന്നെ വൈറ്റ് സിമെന്റ് വാങ്ങണം.
ഇത് 5 കിലോയുടെ പാക്കറ്റാണ്. 1 കിലോയുടെ പാക്കറ്റ്, 2 കിലോയുടെ, അങ്ങനെയൊക്കെ പല തരത്തിൽ ചെറിയ ചെറിയ പാക്കറ്റുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഇതുപോലുള്ള വൈറ്റ് സിമെന്റ് വാങ്ങുക. വൈറ്റ് സിമെന്റ് നമ്മൾ കലക്കി എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ പൗഡർ ഒരു ബക്കറ്റിലിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് വെച്ച നമുക്ക് ആവശ്യത്തിനുള്ള സ്ഥലത്ത് അടിക്കാനുള്ള മാത്രം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വൈറ്റ് സിമെന്റ് ഇട്ടിട്ട് വേണം കലക്കിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ കലക്കിയാൽ വളരെ നൈസായിട്ട് കലങ്ങി കിട്ടും, കട്ട പിടിക്കൂല, തരിയും ഒന്നും ഇല്ലാതെ ശരിക്കും ഇളകി വൃത്തിയായി കിട്ടും. കറ കലങ്ങി ഇളകുന്ന മരത്തിൻ്റെതല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച്, ഒരു കൊള്ളി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വൈറ്റ് സിമെന്റ് അടിക്കുന്നത് ഇപ്പോൾ ഇവിടെ എന്നല്ല, എവിടെ വൈറ്റ് സിമെന്റ് അടിക്കുകയാണെങ്കിലും ആ അടിക്കുന്ന പ്രതലം നനവുള്ളതായിരിക്കണം, ഈർപ്പം ഉള്ളതായിരിക്കണം. അല്ലാതെ ഉണങ്ങി വരേണ്ട ഒരു സ്ഥലത്താണ് നമ്മൾ ഇതുപോലെ വൈറ്റ് സിമെന്റ് അടിക്കുന്നതെങ്കിൽ അവിടെ ഈ വര വീഴും, വരമ്പുകളായിട്ട് അങ്ങനെ കിടക്കും, പൊങ്ങി വരയായിട്ട് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ അടിക്കുന്ന സ്ഥലം നന്നായി വെള്ളം അടിച്ചിരിക്കണം. വേനൽക്കാലത്താണെങ്കിൽ വെള്ളം ധാരാളം നനച്ച് കുതിർത്തി ഇടണം. മാത്രമല്ല ഈ നനച്ചടിക്കുന്ന സ്ഥലങ്ങളിൽ വൈറ്റ് സിമെന്റ് നന്നായി പിടിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തെടുത്ത വെള്ളം ഇതിൽ കറക്റ്റ് ആണോ എന്ന് അറിയാൻ പിന്നെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു വഴുവഴുപ്പും അതല്ലെങ്കിൽ പെട്ടെന്ന് വലിഞ്ഞ് ഉണങ്ങുന്നില്ല എങ്കിൽ കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ തീർച്ചയായിട്ടും മതിലിന്മേൽ വെള്ളം അടിക്കുന്ന പ്രതലത്തിൽ വെള്ളം ജലാംശം ഉണ്ട് എന്ന് ഉറപ്പാക്കുക. വൈറ്റ് സിമെന്റ് വാങ്ങുമ്പോൾ നമ്മൾ കടയിൽ പിന്നെ കുത്തഴിച്ച് വെച്ച ചാക്കിൽ നിന്ന് 1 കിലോ 2 കിലോ തൂക്കി വാങ്ങരുത്. കാരണം അത് കുറെ ദിവസമായി ഓപ്പൺ ചെയ്ത് വെച്ച് അത് പിന്നെ തണുത്ത് കട്ട പിടിച്ച് തരി പിടിച്ച് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇതുപോലുള്ള പാക്കറ്റുകൾ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ 2 കോട്ട് വൈറ്റ് സിമെന്റ് അടിക്കൽ ആവശ്യം ആണെങ്കിൽ ഒരു പ്രാവശ്യം അടിച്ച് 1 ദിവസം കഴിഞ്ഞതിന് ശേഷം നന്നായി ഉണങ്ങി വെളുത്ത് വന്നതിന് ശേഷം അടുത്ത കോട്ടടിക്കുക. ഇതുപോലെ വെള്ളം നനച്ചതിന് ശേഷം 1 കോട്ട് കൂടി അടിക്കുക. പിന്നെ അതുപോലെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കാൻ ഈ കൊള്ളി ഇതിൽ എപ്പോഴും നിർബന്ധമാണ്. കാരണം ഇതിങ്ങനെ കുറെ ഇരിക്കുമ്പോൾ അടിയിലേക്ക് ഊറി കട്ട പിടിക്കും. അപ്പോൾ കൂടെ ഇളക്കിക്കൊണ്ടിരിക്കുക കൂടി ചെയ്യണം. അങ്ങനെ 1 കോട്ട് വൈറ്റ് സിമെന്റ് അടിച്ച് കഴിഞ്ഞ് 1 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നന്നായി വെളുത്ത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും വെള്ളം നനച്ച് വേണമെങ്കിൽ 1 കോട്ട് കൂടി വൈറ്റ് സിമെന്റ് അടിച്ചിടുന്നത് നല്ലതാണ്. അങ്ങനെ ഞാൻ ഇത് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നന്നായി ഉണങ്ങിയതിന് ശേഷം 2ാമത്തെ കോട്ട് കൂടി അടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ നന്നായി ഇതിൻ്റെ സുഷിരങ്ങളൊക്കെ അടഞ്ഞ് നന്നായി വൃത്തിയായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി പണികൾ ചെയ്യുന്നതെങ്കിൽ അതിൽ നല്ലൊരു സ്മൂത്ത്നെസ്സും ഒരു ഉറപ്പും ഭംഗിയും ഒക്കെ കിട്ടും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് നന്നായി വരണ്ട് ഉണങ്ങിയതിന് ശേഷം വീണ്ടും 1 കോട്ട് കൂടി അടിച്ച്, അപ്പോൾ 2 കോട്ട് ഇപ്പോൾ വൈറ്റ് സിമെന്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞ്. ഇതിൻ്റെ ആവശ്യം കൂടാതെ മറ്റ് ചില ആവശ്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് ഞാൻ 2 ലിറ്റർ പെയിന്റ് വാങ്ങിയിട്ടുണ്ട്. ഇതിന് 1 ലിറ്ററും സംതിങ്ങും മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ ഇത് ഇങ്ങനെ 2 കളറാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഏതാ പെയിന്റ് എന്നും ഇത്തരം പെയിന്റുകളുടെ ഗുണങ്ങൾ എന്താണെന്നും പറഞ്ഞു തരാം. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് നന്നായി ഇളക്കി എടുക്കുന്നത് നല്ലതാണ്. അടിയിൽ ഉറച്ചു എടുക്കുന്നുണ്ടെങ്കിൽ മിക്സ് ആയി കിട്ടാനും കൂടി വേണ്ടിയിട്ട്. ഞാൻ വാങ്ങിയത് ഇങ്ങനെയുള്ള 2 കളറുകളാണെങ്കിലും അവരവരുടെ താല്പര്യം അനുസരിച്ചുള്ള കളറുകൾ വാങ്ങാൻ കിട്ടും. ഇത് പുറത്ത് ഇന്റർലോക്കിനും അതുപോലെ ടൈലുകൾക്കും ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇറങ്ങുന്ന ഒരു തരം പെയിന്റാണ്. ഇതിന്റെ പേര് ടൈൽ കോട്ട് എന്നാണ്. ഇതുപോലെ ടൈൽ ഗാർഡ്, ടൈൽ പെയിന്റ് എന്നിങ്ങനെ പല പേരിലും വരുന്ന പല കമ്പനികളുടെയും പെയിന്റുകൾ വാങ്ങാൻ കിട്ടും. വളരെ ഹാർഡായിട്ടുള്ള ഒരു തരം പെയിന്റാണിത്. ഇത് വീടിനടിക്കൂല, ഇത്തരം ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ടൈലിനൊക്കെ അടിക്കാനും അതുപോലെ പിന്നെ ഇന്റർലോക്കിനും ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരു തരം ഹാർഡ് പെയിന്റാണ്. ഇപ്പം ഞാനിത് 2 പെയിന്റും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. 2 തരം പെയിന്റുകൾ ചേർത്തിട്ട് 2 തരം പെയിന്റും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്യുന്ന ഒരു തരം പെയിന്റാണ്. അപ്പം ഇതിൽ എത്ര വെള്ളം ചേർക്കാം എന്ന് ഈ ബോട്ടിലിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ അധികം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, അധികമാകാതെ നോക്കിയാൽ മതി. ഇത് 2 തരം പെയിന്റ് ചേർത്ത് മിക്സ് ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ എൻ്റെ ആവശ്യത്തിന് നിറം മാറ്റാൻ വേണ്ടിയിട്ട് 2 കളർ ചേർത്ത്
മറ്റൊരു കളറാക്കി മാറ്റിയെടുക്കുന്നു എന്ന് മാത്രം. ഇത്തരം പെയിന്റുകൾ നിലത്ത് ഇന്റർലോക്കിലൊക്കെ അടിച്ചിട്ടിട്ട് അതിന്റെ മീതെ കൂടി വാഹനങ്ങൾ എത്ര കയറി ഇറങ്ങിയാലും അതിന്റെ പെയിന്റ് ഉരിഞ്ഞു പോകാതെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ ഒരു കോട്ട് ഒരല്പം വെള്ളം കൂടുതലായി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും കോട്ട് അടിക്കുമ്പോൾ നല്ല ടൈറ്റിൽ കമ്പനി നിർദ്ദേശിച്ച അതേ ടൈറ്റിൽ അടിച്ചാലും മതി. 100 mm എന്ന 4 ഇഞ്ച് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് അടിക്കേണ്ടതായിട്ടുള്ള എല്ലാ സ്ഥലത്തും ഒരു കോട്ട് മുഴുവനായിട്ട് അടിച്ചു വെക്കുക. ആദ്യത്തെ ഒരു കോട്ട് അടിച്ച് നന്നായി ഉണങ്ങിയതിന്റെ ശേഷം പിറ്റേന്നോ അല്ലെങ്കിൽ പിന്നെ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കോട്ട് അടിക്കുക. അപ്പൊ അതിൽ കുറച്ചുകൂടി ടൈറ്റ് ആയിരിക്കണം. ആദ്യം അടിച്ചതിനേക്കാളും കുറച്ചുകൂടി ടൈറ്റിൽ അടിക്കുക. നമ്മൾ ആദ്യം ഒന്ന് ലൂസ് ചെയ്തിട്ടാണല്ലോ അടിച്ചത്. അപ്പൊ ഞാൻ ഇതിങ്ങനെ ഒരു മണ്ണിന്റെ കലർപ്പുള്ള റെഡിന്റെ 2 ഷെയ്ഡുകളായിട്ടാണ് അടിക്കുന്നത്. താഴെ മുറ്റത്ത് മണ്ണാണല്ലോ, ഇന്റർലോക്കോ അതല്ലെങ്കിൽ മെറ്റൽ ഇട്ടതോ ഒന്നുമല്ല. അപ്പൊ അഴുക്കും ചളിയൊക്കെ തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയുള്ള പെയിന്റ് അടിച്ചാൽ എന്ത് മണ്ണാണെങ്കിലും എന്ത് അഴുക്കാണെങ്കിലും നമുക്ക് വൃത്തിയായിട്ട് കഴുകി കളയാൻ കഴിയും. സോപ്പ് വരെ ഉപയോഗിച്ച് വൃത്തിയായിട്ട് നമുക്ക് കഴുകി കളയാം. ഇനി നമുക്ക് അടുത്ത കളർ അടിക്കാം. അപ്പൊ 2 കളറായിട്ടാണല്ലോ, 2 ഷെയ്ഡ് ആയിട്ടാണല്ലോ ഞാൻ അടിക്കുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതിപ്പോ മൊത്തത്തിൽ ഒരു ഷെയ്ഡ് നമ്മൾ ഒന്നിച്ചടിച്ചു, ഒരു കളർ അടിച്ചിട്ടാണ് അടിക്കുന്നത്. അല്ലാതെ ഒന്നായിട്ട് ഒറ്റ കളർ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അടിക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇനി അടുത്ത കളർ ടെറാക്കോട്ട എന്ന് പറയുന്ന ഒരു കളറാണ്. ഇപ്പൊ ഈ ഇന്റർലോക്കിനും ടൈലിനും ഒക്കെ അടിക്കുന്ന ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു കളറാണ്. അപ്പൊ നല്ലൊരു കളറാണ്. അപ്പൊ ഇതാണ് ഇനി അടുത്ത കള്ളിയിൽ ഇങ്ങനെ അടിച്ച് പോകാൻ വിചാരിക്കുന്നത്. ഇതിലും തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ അധികമായിട്ട് വെള്ളം ചേർക്കേണ്ട, ഒരു മീഡിയം കുറഞ്ഞ രീതിയിൽ വെള്ളം ചേർത്തിയാൽ മതി. അപ്പൊ 3 കോട്ടാണ് അടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റിൽ കുറച്ച് വെള്ളം ചേർത്തി അടിക്കുക. രണ്ടാമത്തേൽ ഇപ്പൊ ഈ അടിക്കുന്നതിൽ കുറച്ചുകൂടി വെള്ളം കുറച്ച് ചേർക്കുക. ഇനി പിന്നെ മൂന്നാമതൊരു കോട്ട് അടിക്കുമ്പോൾ ഒന്നുകൂടി ടൈറ്റ് ആക്കിയിട്ട് അടിക്കുക. അധികമായിട്ട് വെള്ളം ചേർക്കാതെ കമ്പനി അഡ്വൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ടിന്നിൽ കാണിച്ചിട്ടുള്ള അതേ അളവിൽ വെള്ളം ചേർത്തി അടിക്കുക മൂന്നാമത്തെ കോട്ട് അടിക്കുമ്പോൾ. രണ്ടാമത് അടിക്കുന്ന കോട്ടും കഴിഞ്ഞതിന് ശേഷം നന്നായി ഉണങ്ങിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തൊട്ട് അടുത്ത ദിവസം ഇതുപോലെ മൂന്നാമതൊരു കോട്ട് കൂടി അടിക്കുക. ആ മൂന്നാമതൊരു കോട്ട് അടിക്കുമ്പോൾ കമ്പനി അഡ്വൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള അതേ പ്രകാരത്തിൽ മാത്രം വെള്ളം ചേർത്തി ടൈറ്റിൽ തന്നെ അടിക്കുക. നന്നായി ടൈറ്റുള്ള ആ ലെവലിൽ തന്നെ അടിക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ കാലത്തേക്ക് നമ്മുടെ പെയിന്റ് നിലനിൽക്കുകയും ചെയ്യും. പിന്നെ പായലും പൂപ്പലും ഒന്നും പിടിക്കൂല. അഥവാ കുറേശ്ശെ ഓരോ വർഷകാലം മുഴുവനായിട്ട് മഴ പെയ്ത് തീരുമ്പോൾ കുറേശ്ശെ ഉണ്ടെങ്കിൽ അത് ആ മഴ പെയ്ത് തീരുന്ന സമയത്ത് നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ മതി. വെള്ളമോ സോപ്പോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴുകിയാൽ പഴയതുപോലെ തന്നെ വൃത്തിയായിട്ട് നിറത്തോടു കൂടി തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഞാൻ വാങ്ങിയ ഈ പെയിന്റിന്റെ വില 1 ലിറ്ററിന് ഈ 2023 320-നും 350-നും ഇടയിൽ കൊടുത്താൽ മതി. വീട്ടുമുറ്റത്തിന്റെ ചുറ്റുമതിലുകളും അതുപോലെ ടെറസിന് മുകളിലുള്ള ഇതുപോലുള്ള മതിലുകളുടെ ഉൾഭാഗവും ഒക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇതുപോലെ പെയിന്റ് ചെയ്ത് പായലിൽ നിന്നും പൂപ്പലിൽ നിന്നും ഒക്കെ സംരക്ഷിക്കാൻ കഴിയും. പല കാര്യങ്ങളെക്കുറിച്ചും അത് അറിയാത്തവർക്ക് ഉപകാരപ്രദമായ പല വീഡിയോകളും എൻ്റെ ഈ ചാനലിൽ ഉണ്ട്. താല്പര്യമുള്ളവർ എൻ്റെ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കണൊക്കെ ഒന്ന് ഓൺ ആക്കി വെക്കുക.